ഒരു ദിവസം രാത്രിയിൽ നിങ്ങൾ IPL മാച്ച് തുടങ്ങാൻ പോകുന്നു. നിങ്ങൾ ഡ്രീം 11 തുറക്കുന്നു. അതുപോലെ തന്നെ ക്യാപ്റ്റൻ, വൈസ് ക്യാപ്റ്റൻ ഇവരെയെല്ലാം ഫിക്സ് ചെയ്യുന്നു. ഇന്നത്തെ മാച്ച് ടേൺ ചെയ്യുന്നത് ഇവരാണ് എന്ന് ഫുൾ കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾ പറയുന്നു. ടിക്കറ്റ് കൺഫേം ചെയ്ത് ഫാന്റസി ടീം ലോക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ MPL-ൽ നിങ്ങൾ ചെറിയൊരു കളിയും കൂടി കളിക്കുന്നു. ഇതിനെല്ലാം ശേഷം നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നു, ബ്രോ ഇന്നത്തെ ടീം കില്ലേഴ്സ് ഇവരൊക്കെയാണ്. ഇതിനുശേഷം നിങ്ങൾ ഉറങ്ങിപ്പോകുന്നു. പക്ഷേ രാവിലെ നിങ്ങൾ ഫോൺ തുറന്നു നോക്കുമ്പോൾ ദിസ് സർവീസ് ഈസ് നോട്ട് അവൈലബിൾ ഇൻ യുവർ റീജിയൻ. ഇതൊരു ഷോക്ക് ആകില്ലേ? ഇതാണ് 2025-ലെ ഓൺലൈൻ ഗെയിം ബിൽ കൊണ്ടുവന്നൊരു സ്ഥിതി. ഒരു ഓവർനൈറ്റിൽ ലാക്സ് ഓഫ് യങ്സ്റ്റേഴ്സിൻ്റെ ഫേവറേറ്റ് ഗെയിം വാനിഷ് ആയി പോയത് ഇങ്ങനെയായിരുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്തിനു വേണ്ടിയായിരുന്നു ഗവൺമെൻറ് ഇങ്ങനൊരു കാര്യം ചെയ്തത്? ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമസ്കാരം, ഞാൻ അഖിലേഷ് ചന്ദ്രസേന. ഒരു ചോദ്യം, ഫാന്റസി ഗെയിമിംഗ്, റമ്മി, പോക്കർ ഇതെല്ലാം ഇന്ത്യയിൽ എങ്ങനെയാണ് ഇത്രയും വലിയൊരു വേവായി മാറിയത്? കഴിഞ്ഞ 7-8 വർഷം കൊണ്ട് IPL സീസൺ വന്നാൽ ആഡ് ആഫ്റ്റർ ആഡ്, പ്ലേ ആൻഡ് വിൻ ക്രോർസ്, വിരാട് കോഹ്ലി, MS ധോണി, സൗരവ് ഗാംഗുലി, ഹർദിക് പാണ്ഡ്യ എല്ലാവരും ഇതിൻ്റെ ഒരു ഫേസ് തന്നെയായി മാറുകയായിരുന്നു. മാച്ച് കാണുന്നത് തന്നെ ഇൻകംപ്ലീറ്റ് ആയി തോന്നിയിട്ടുണ്ടായിരുന്നു ഫാന്റസി ഗെയിം ടീം ഇല്ലായിരുന്നെങ്കിൽ. നിങ്ങൾ പലരും ഷെയർ ചെയ്തിട്ടുണ്ടാവും, ബ്രോ ഇന്ന് ഞാൻ 200 രൂപ നേടി, അല്ലെങ്കിൽ ഇന്ന് ക്യാപ്റ്റൻ ഫ്ലോപ്പായി പോയി, എല്ലാം പോയി. അതുകൊണ്ട് തന്നെ ഫാന്റസി ഗെയിം സ്ലോലി എൻ്റർടൈൻമെൻറ്റിനേക്കാൾ വലിയൊരു അഡിക്ഷനായി മാറിയത് ഇങ്ങനെയാണ്. ഒരു സർവേ പോലും പറഞ്ഞിട്ടുണ്ട്, ആവറേജ് സ്റ്റുഡൻസ് ഒരു ദിവസം 2 മുതൽ 3 മണിക്കൂർ വരെ ഫാന്റസി ഗെയിമിൽ ചിലവഴിക്കുന്നുണ്ടെന്ന്. എക്സാം പോലും വന്നാൽ പോലും ടീം ഫിക്സ് ചെയ്യാൻ ഇവർക്ക് സമയം കിട്ടുന്നുണ്ട് എന്ന്. എന്നാൽ പഠിക്കാനുള്ള സമയം ഇവർക്ക് കിട്ടുന്നില്ല. ഇങ്ങനെയാണ് സ്ലോലി പലരും ഈ ഒരു കടത്തിലേക്ക് മാറുന്നത്. ചില കഥകൾ വളരെ ഹൃദയം നുറുക്കുന്നതാണ്. 19 വയസ്സുകാരനായ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് ഡെയിലി ഫാന്റസി ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ലോസ് ഹാൻഡിൽ ചെയ്യാനാകാതെ 40,000 രൂപയാണ് അവൻ കടപ്പെടുത്തിയത്. പേരൻസ് ഇതറിഞ്ഞപ്പോൾ അവൻ്റെ ലൈഫ് തന്നെ അവൻ നഷ്ടപ്പെടുത്തി. കേരളത്തിൽ 23-കാരനായിരുന്ന ഒരു യുവാവ് ഓൺലൈൻ ഗെയിമായ പോക്കറിൽ അഡിക്ഷൻ ആയിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി 3 ലക്ഷം രൂപയായിരുന്നു അവൻ കടപ്പെടുത്തിയിരുന്നത്. പക്ഷേ അവൻ അവസാനം അവൻ്റെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് അവൻ സൂസൈഡ് നോട്ടിൽ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു: എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടാനാകുന്നില്ല, ഞാൻ ഒരുപാട് ശ്രമിച്ചു, അതുകൊണ്ട് ഞാൻ ഈ ലോകത്ത് നിന്ന് പോകുകയാണ്. ഇങ്ങനെയൊക്കെയായിരുന്നു ഈ ഒരു ഗെയിമിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഫൈനലി പറഞ്ഞത് ഇനഫ് ഈസ് ഇനഫ്. ഓൺലൈൻ ഗെയിം എന്നാൽ ഗാംബ്ലിംഗ് ആണ്, ബാൻ ചെയ്യണം. പക്ഷേ അതിന് മറ്റൊരു വശവുമുണ്ടല്ലോ. നിങ്ങൾക്കറിയാമോ, ഡ്രീം 11ൻ്റെ വാല്യൂഷൻ മാത്രം $8 ബില്യൺ ആയിരുന്നുവെന്ന്. MPL RCB സ്പോൺസർ ആയിരുന്നു. ലാക്സ് ഓഫ് എംപ്ലോയീസ്, IT സപ്പോർട്ട്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസ് എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ടു. ബാൻ വന്നപ്പോൾ ഓവർനൈറ്റിൽ 2 ലക്ഷം പേരുടെ ജോലിയാണ് നഷ്ടപ്പെട്ടത്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, നിങ്ങളൊരു കാൾ സെൻറ്ററിൽ ജോലി ചെയ്യുന്നു, എവരിഡേ ഗെയിമിംഗ് സപ്പോർട്ട്. ഒരു ദിവസം രാവിലെ നിങ്ങളുടെ കമ്പനി CEO എന്ന് പറയുകയാണ്, ഇന്ന് നമ്മുടെ ഗെയിം അല്ലെങ്കിൽ നമ്മുടെ ഈ ബിസിനസ് ഇല്ലീഗലായി ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി മുതൽ ഇവിടെ ജോലിയില്ല. നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളുടെ വീട്ടിൽ ലോൺ ഉണ്ടെങ്കിൽ ആ ലോണിൻ്റെ അവസ്ഥ, ഫാമിലി സപ്പോർട്ട് എല്ലാം ഇല്ലാതായി പോകില്ലേ? അങ്ങനെയായിരുന്നു ഇന്ത്യയിൽ ഇപ്പോൾ സംഭവിച്ചിരുന്നത്. അതുപോലെ തന്നെ സർക്കാരിനും നഷ്ടമുണ്ടായിട്ടുണ്ട്. 2023 മാത്രം ഓൺലൈൻ ഗെയിമിൽ നിന്ന് 23,000 കോടി രൂപയാണ് GST ആയിട്ട് ഗവൺമെൻറ് കിട്ടിയത്. പക്ഷേ 2025 ഇത് ബാൻ ചെയ്തു. റവന്യൂ നഷ്ടം. അപ്പോൾ ഒരു ചോദ്യം വരും, സർക്കാരിന് പണം വേണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇതിന് പിന്നിൽ മറ്റൊരു കളിയുണ്ടോ? ഗോവ, സിക്കിം പോലുള്ള മറ്റു സ്റ്റേറ്റുകളിൽ കാസിനോ ബിസിനസ് ഉണ്ടായിരുന്നു. അവിടെ ഗെയിമിംഗ് ലീഗലാണ്. ഫോറിനേഴ്സ്, ടൂറിസ്റ്റേഴ്സ്, പൊളിറ്റീഷ്യൻസ് എല്ലാവരും കാസിനോ കളിക്കാൻ വരുമായിരുന്നു. ഓൺലൈൻ ഗെയിം വന്നപ്പോൾ കാസിനോ ലോബികൾക്ക് വലിയ ലോസുകൾ ഉണ്ടായി. പൊളിറ്റിക്കൽ പ്രഷർ അതുകൊണ്ട് തന്നെ വന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഒരു കസിൻ US-ലുണ്ട്. അവൻ പറയുന്നത് അവിടെ ഈ ഒരു ഗെയിമുകളെല്ലാം ലീഗലി ആണെന്നാണ്. അതുപോലെ തന്നെ റെഗുലേറ്റഡ് ആയിട്ടാണ് ഇതെല്ലാം കൊണ്ടുപോകുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത് ബാൻ? ഇത് ശരിക്കും യങ്സ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണോ, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും വേഴ്സ് ഇൻട്രസ്റ്റ് ആണോ? ഫാന്റസി ആപ്പിൽ വലിയ സ്റ്റാർസ് പോലും വന്ന് ആഡുകൾ അഭിനയിച്ചിട്ടുണ്ട്. IPL-ൽ സ്പോർട്ട് ഫിക്സിങ്, ബെറ്റിംഗ് ഇവയെല്ലാം നടക്കുമ്പോൾ ഫാന്റസി ഗെയിം മാത്രം എന്തുകൊണ്ട് ബാൻ ചെയ്തു? ഇത് നീതിയായിരുന്നു. ചിലർ പറയും അഡിക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി റെഗുലേഷൻ കൊണ്ടുവരാമായിരുന്നു. ലിമിറ്റ് സെറ്റിംഗ്, വെരിഫിക്കേഷൻ, കൂളിംഗ് പീരീഡ് ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു എന്ന്. ബാൻ ചെയ്യാതെ കൺട്രോൾ ചെയ്യാമായിരുന്നു. പക്ഷേ ടോട്ടൽ ബാൻ, ഇത് ലാക്സ് ഓഫ് യൂസേഴ്സിന് ഒറ്റ രാത്രിയിൽ വലിയൊരു വാക്വമായി മാറിയിട്ടുണ്ടായിരുന്നു. എൻ്റർടൈൻ കൾച്ചറിൽ തന്നെ ഇതൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ, ഫാന്റസി ഗെയിം കളിച്ച് നിങ്ങൾക്ക് കുറച്ച് തുക നഷ്ടപ്പെട്ടിട്ടുണ്ടോ? പ്രോഫിറ്റ് എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ ഫീൽ ഗുഡ് ആയിട്ടില്ലേ?
50 രൂപ കൊടുത്ത് 5000 രൂപ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ത്രില്ല് IPL ലൈവിൽ കാണുന്നതിൽ കൂടുതലായിരിക്കും അല്ലേ? ഇതാണ് അഡിക്ഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. ഗാംബ്ലിംഗ് ബ്രെയിൻ റിവാർഡ് സിസ്റ്റം. ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ട്രൈ ചെയ്യാൻ തോന്നും, വിൻ ചെയ്താൽ വീണ്ടും ചേസ് ചെയ്യാൻ തോന്നും. ഇതൊരു സൈക്കിളാണ്. സർക്കാർ പറയുന്നത് യൂത്തിനെ സേവ് ചെയ്യണം. ഇങ്ങനൊരു കാര്യം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ യൂത്ത് ഇല്ലാതായി പോകും. സത്യത്തിൽ അഡിക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം സർക്കാരിന് മാത്രമുള്ളതാണോ, അല്ലെങ്കിൽ ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണോ? ഈ ഒരു കാര്യം നമ്മൾ സെൽഫ് കൺട്രോൾ ചെയ്യേണ്ടതല്ലേ? എത്രയോ വീടുകളാണ് ഇങ്ങനെയുള്ള ഓൺലൈൻ ഗെയിം കാരണം നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. എത്രയോ ആളുകളാണ് ഇതിനു വേണ്ടി ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഏകദേശം 300 അതിൽ കൂടുതൽ ആളുകൾ വരെയാണ് ഈ ഒരു ഗെയിമിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്നത്, അല്ല രേഖകൾ പറയുന്നത്. എന്തായാലും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അതുവരെ ബൈ.